ഏതൊരു ബിഗ് ബോസ് സീസണിന്റെയും മഹാഭാഗ്യമാണ് റിയാസ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി. നിങ്ങൾ എന്നെ ശരിക്കും ആക്കുകയാണോ? ഞാനൊരു വലിയ സംഭവം അല്ലേ? പ്രത്യേകിച്ച് ബിഗ് ബോസിൽ ഒരാൾക്ക് ജയിക്കാൻ വേണ്ട എല്ലാ കണ്ടന്റുകളും അപ്പുറത്ത് നിന്ന് കൊടുക്കാൻ ശേഷിയുള്ള ഒരു മികച്ച മത്സരാർത്ഥിയാണ് റിയാസ്. അത് താൻ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. എന്നിട്ട് തന്റെ കുഴപ്പമെന്താണെന്ന് മനസ്സിലായോ? കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് അധികം അനങ്ങാതിരുന്ന ഷാനവാസ് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഫയറാക്കി മാറ്റാനും നമ്മുടെ റിയാസിന് കഴിഞ്ഞു. പുഷ്പം എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ, ഫയറാടാ, ഫയർ. ഏതാണ്ട് ഈ വീക്കിലും അടുത്ത വീക്കിലും ഒക്കെ എവിക്റ്റായി പോകാൻ സാധ്യതയുണ്ടായിരുന്ന നമ്മുടെ ലക്ഷ്മിയെ ഏറ്റവും മികച്ച രീതിയിൽ വോട്ടിങ്ങിൽ ഒരു വലിയ കുതിപ്പുണ്ടാക്കി കൊടുക്കുന്ന റിയാസിന് കഴിഞ്ഞു. ഇതൊക്കെ എന്ത്? ഇന്നലെ പല പ്രാവശ്യം ഷാനവാസ് റിയാസിനെ എടാ പോടാ എന്ന് വിളിച്ചത്. പിന്നെ അത് കിട്ടണം. സത്യം പറഞ്ഞാൽ ഷാനവാസെ താങ്കൾ കാണിച്ചത് വളരെ മോശമാണ്. അത് ശരിയാ. എടാ പോടാ എന്നൊക്കെ വിളിച്ച് സംസാരിക്കേണ്ടത് ആണുങ്ങളെയാണ്. ആണുങ്ങളെയുടെ മുഖത്ത് നോക്കി വിളിക്കേണ്ട വിളി റിയാസിനെ നോക്കി വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അയാൾക്ക് മാനസിക വിഷമം ഉണ്ടാവും. പാവം, ഇവന്റെ ബലഹീനത മനസ്സിലാക്കില്ലല്ലോ. എല്ലാം പൊളിയൊന്നും ഉറപ്പായല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. സാമാന്യ മര്യാദയില്ലാത്ത റിയാസ് രാവിലെ ഉറക്കമെണീച്ചു വന്ന ഷാനവാസിനെ കൊണ്ട് തന്റെ ബെഡ്ഷീറ്റ് വിരിച്ചിടിപ്പിക്കണമെന്ന് നിർബന്ധിക്കുകയാണ്. അത് നല്ല അടികൊള്ളാത്തതിന്റെ രമണ, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. കയറി വരുന്ന ഒരു അതിഥി നമ്മളോട് മര്യാദയ്ക്കും വീട്ടുകാരോട് മര്യാദയ്ക്കും പെരുമാറിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ദൃശ്യം സിനിമയിൽ കയറി വന്ന അതിഥിയെ ലാലേട്ടൻ തട്ടിയത് കണക്ക്. തട്ടണമെന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷെ അടിയെങ്കിലും കൊടുത്ത ആൾക്കാർ പറഞ്ഞു വിടും. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യം കിണക്കുന്നത് കണ്ടില്ലേ? ചത്തോന്നറിയാൻ വന്നാണല്ലേടാ.